എനിക്ക് രേഷ്മ പി തങ്കച്ചനോടോ രേണു സുധിയോടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടോ എനിക്ക് യാതൊരു വിരോധവുമില്ല, ഒന്നുമില്ല. ഞാൻ മല്ലപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഒരു സ്ഥാപനം തലേന്ന് എൻ്റെ മോനെ വിളിച്ചിട്ട് വീഡിയോ കോളിലൊന്ന് വിളിച്ചിട്ട് ഇവർ കാണിച്ച് കട്ട് ചെയ്തു പോകുമ്പോൾ എൻ്റെ മകൻ മൂക്കിൽ വായിലും കൂടെ ബ്ലഡ് അടിച്ചുകൊണ്ട് എനിക്ക് ഓടി എൻ്റെ അടുത്തോട്ട് വരികയാണ് എൻ്റെ മകൻ. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കെതിരെയുള്ള ഏതൊരു അന്വേഷണത്തിലും എന്ത് അന്വേഷണത്തിലും ഞാൻ റെഡിയാണ്. നമസ്കാരം. ഇന്ന് ന്യൂസ് റൗണ്ട് മലയാളത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ താജ് പത്തനംതിട്ടയാണ്. കലയെ സ്നേഹിക്കുന്ന പത്തനംതിട്ടക്കാർക്ക് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മലയാളികൾക്കും സുപരിചിതനാണ് ശ്രീ താജ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ പേര് വാനോളം ഉയർത്തിയ നമ്മുടെ സ്വന്തം കലാകാരനാണ് ശ്രീ താജ് പത്തനംതിട്ട. ഒരു കലാകാരൻ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥൻ, മോട്ടിവേഷണൽ സ്പീക്കർ, ഇങ്ങനെ പലവിധ മേഖലകളിൽ സജീവമാണ് ശ്രീ താജ് സാർ. നമസ്കാരം സർ. നമസ്കാരം. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമാണ് സർ. തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയുടെ പേര് എൻ്റെ പേരിനോടൊപ്പം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. താജ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലക്കാരനാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ പേര് ചർച്ചയായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പേര് വരുന്നത്. പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമാണ് എൻ്റെ പേര്. യൂട്യൂബിൽ തന്നെ താജ് പത്തനംതിട്ട എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ധാരാളം വീഡിയോസുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കലാരംഗത്ത് 34 വർഷമായിട്ട് നിറസാന്നിധ്യമായി ഞാൻ നിൽക്കുന്നു. കലാരംഗത്ത് നിറസാന്നിധ്യമായി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളുമായി ഒട്ടനവധി പ്രോഗ്രാമുകളുമായി സജീവമായി ഞാൻ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യാണ്. ഹെഡ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ സൂപ്രണ്ടാണ്, പഞ്ചായത്തിലെ സൂപ്പർവൈസറി പോസ്റ്റാണ് ഹെഡ് ക്ലർക്ക്. ഹെഡ് അക്കൗണ്ടന്റ് ഇതൊക്കെ സമാന തസ്തികയാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇതിനൊക്കെ സമാന തസ്തികയാണ് LSTD ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ഞാൻ അവിടെ ഒരാൾ ഒരു ക്ലർക്കിന്റെ വേക്കൻസി അന്വേഷിച്ച് വന്നു. ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനത് എൻ്റെ അടുത്തോട്ട് ഇരുത്തി അതിൻ്റെ കാര്യഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു അരമണിക്കൂർ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മോനെ ഇങ്ങനെ ചെയ്യണം, ഞങ്ങളുടെ ജില്ലാ ഓഫീസിൽ വിവരാശം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓഫീസുകളിലെയും വിവരങ്ങൾ കിട്ടും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പോസിറ്റീവായിട്ടുണ്ട്. പറഞ്ഞു, സാറേ ഞാൻ ഒരുപാട് ഓഫീസുകളിൽ ഞാൻ ഇന്ന് കയറി ഇറങ്ങി, പക്ഷേ ഇനി ഇത്ര പോസിറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായത് സാറിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരുപാട് അലഞ്ഞതാണ്, ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ജോലി ഇല്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് അറിയാമെന്ന് പറയും. അങ്ങനെ ഈ ജോലിയും സർക്കാർ ജോലിയും പരിപാടിയുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് 3 കുട്ടികൾ. മൂത്ത മകള് BSc നേഴ്സിംഗ് ഫൈനൽ ഇയർ തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് ഓട്ടിസം ബാധിതനാണ്. ഇളയ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും ആയിട്ടുള്ള കുടുംബജീവിതം ഞാൻ നയിക്കുന്നു. ഇങ്ങനെ വരവേ അപ്പം അന്ന് മുതൽ ഈ PSCയിൽ ഞാൻ സർവീസിൽ കയറി കഴിഞ്ഞ് ഒരുപാട് പരാതികൾ കൊടുത്തു. ഇതിൻ്റെ എല്ലാം എൻക്വയറി നടന്ന് ഞാൻ നിയമപരമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ടാണ് ഞാൻ ജോലി പ്രവേശിച്ചതെന്ന് സർക്കാരിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വകുപ്പ് തല പരീക്ഷകൾ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളെല്ലാം പാസ്സായി. ഞാൻ UD ആയി, അത് കഴിഞ്ഞ് ഹെഡ് അക്കൗണ്ടന്റായി, ഇപ്പം ഹെഡ് ക്ലർക്കായി ഞാൻ ജോലി ചെയ്യുന്നു. അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി JS ആണ് അടുത്ത പ്രൊമോഷൻ. അത് ഏകദേശം ആകാറായിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് സർക്കാർ ജോലി ലഭിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പരിപാടിക്കും പോകുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് ആൾക്കാർ പരാതി കൊടുത്തു. അപ്പോഴൊക്കെ സർക്കാരിൽ നിന്ന് ഉത്തരവ് വന്ന് എനിക്ക് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് പരിപാടി അവതരിപ്പിക്കാൻ. ഇങ്ങനെ വിവിധ വിഷയങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മകൻ, ഈ ഓട്ടിസം ബാധിതനായ മകൻ പത്തനംതിട്ട പ്രകാശധാര സ്കൂളിലാണ് പഠിക്കുന്നത്. നോർമൽ സ്കൂളല്ല, സ്പെഷ്യൽ സ്കൂളാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവധി വന്നു. കഴിഞ്ഞ വർഷം 2024 അവധി കാലത്ത് ഞാൻ മല്ലപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഒരു സ്ഥാപനം ഹീരാം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സ്കൂളിൽ ഫേസ്ബുക്ക് വഴി പരസ്യം കണ്ട് ഞാൻ അവിടെ കൊണ്ട് ചേർത്തു. മാസം 25,000 രൂപ ആണ് ഫീസ്. അതൊക്കെ കൊടുത്തു. അവിടെ 1 മാസത്തോളം നല്ല രീതിയിൽ പോയി. ഞാനിപ്പോൾ എല്ലാ ആഴ്ചകളിലും അവിടെ ചെല്ലും, മോനെ വീഡിയോ കോൾ വഴി കാണും. അങ്ങനെ ഒരു ദിവസം അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് അയിരൂർ റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെ ക്ലർക്കായിരുന്നു. അവിടുന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് ഓഫീസിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എനിക്കും സെക്രട്ടറിക്കും.
ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു, തലേന്ന് എൻ്റെ മോനെ വിളിച്ചിട്ട് വീഡിയോ കോളിലൊന്നും വിളിച്ചിട്ട് ഇവർ കട്ട് ചെയ്തു. ഫോർച്യൂൺ ഫർണിച്ചർ, കുലശേഖരപതി, പത്തനംതിട്ട. ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ. എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ്. ഇത് സാധാരണ ഓഫറല്ല, ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണസമ്മാനം. 4 സീറ്റർ ഡൈനിങ് ടേബിൾ വെറും 8500 രൂപ മാത്രം. ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ. ഒരു സിംഗിൾ മെത്ത വെറും 999 രൂപയ്ക്ക്. ട്രെൻഡി സോഫ സെറ്റ്, റോയൽ ഡൈനിങ് ടേബിൾ, പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ. ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ. യുവർ ഹോം യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും 59,000 രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു. ഫാമിലി കോട്ട് കട്ടിൽ, 6 ചെയർ, ഡൈനിങ് ടേബിൾ, ടീപ്പോയി, സോഫ സെറ്റി, പ്ലാസ്റ്റിക് ചെയർ 2, അലമാര, കോട്ട് സ്റ്റാൻഡ് വെറും 59,000 രൂപയ്ക്ക്. ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു. ഫോർച്യൂൺ ഫർണിച്ചർ, മൈലപ്പുറ റോഡ്, ജുമാ മസ്ജിദ്, കുലശേഖരപതി, പത്തനംതിട്ട. ഫോൺ 95 26 97 16 11. മറ്റൊരു നമ്പർ 95 62 69 16 11. ബ്രാഞ്ച് ഇഞ്ചക്കാട്, കൊട്ടാരക്കര, തഴവ, കുറ്റിപ്പുറം. അപ്പൊ എനിക്ക് എന്തോ ഒരു സംശയം, എന്തോ തോന്നിയ പോലെ ഇവരോട് പറയാതെ ഞാനും എൻ്റെ ഓഫീസറും കൂടെ ഈ സ്ഥാപനത്തിലോട്ട് പോകുമ്പോൾ എൻ്റെ മകൻ മൂക്കില് വായിലും കൂടെ ബ്ലഡ് ഒലിച്ചുകൊണ്ട് എനിക്ക് ഓടി എൻ്റെ അടുത്തോട്ട് വരികയാണ് എൻ്റെ മകൻ. ഞാൻ നേരെ പത്തനംതിട്ട പോലീസ് ചീഫിനെ ഫോൺ വിളിച്ചു. എൻ്റെ ദേഷ്യം ശമിക്കാൻ, അവിടെ ആരുമില്ല, ഗേറ്റൊക്കെ തുറന്നു കിടക്കുക സ്ഥാപനത്തിൽ, 1-2 സ്റ്റാഫുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി, ഞാൻ പെട്ടെന്ന് അക്രമാസക്തനാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓഫീസർ എന്നെ കൈകേറി പിടിച്ചു. രാജേഷ് കുമാർ എന്നാണ് സാറിൻ്റെ പേര്. സാർ കൊല്ലം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. സാർ ഇപ്പോൾ ഇന്ന് ട്രാൻസ്ഫർ ആയി പോയി. സാറിന്റെ കയ്യിലൊക്കെ പിടിച്ച് താജ് വിഷമിക്കേണ്ട, നമുക്ക് പോലീസിൽ അറിയിക്കാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പോലീസിനെ അറിയിച്ചു. പോലീസ് കീഴ്വായ്പൂർ സ്റ്റേഷൻ അധികാരികൾ പോലീസുമായിട്ട് എൻ്റെ കൂടെ തിരിച്ചു വന്ന് എൻ്റെ മകനെ വണ്ടിയിൽ കയറ്റി, പോലീസിന്റെ സ്വകാര്യ വാഹനത്തിൽ എൻ്റെ വണ്ടിയിൽ. ഉടനെ ഇവര് തടഞ്ഞു. അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് എഴുതി തരണം, കുഴപ്പമൊന്നുമില്ലെന്ന് എഴുതി തരണം. അപ്പൊ ഞാൻ ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയ പോലീസുകാർ പറഞ്ഞു താങ്കളൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മോനെ എടുത്തുകൊണ്ട് പോയി വല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ്സ് മൊത്തം എൻ്റെ കയ്യിലുണ്ട്. മോൻ്റെ ദേഹത്തെ മുറിവുകൾ, പാടുകൾ, വായിക്കുള്ള ചോര വന്നത്, മുഖിയതെല്ലാം എടുത്ത് മെഡിക്കൽ റെക്കോർഡ്സ് എടുത്ത് പോലീസ് കേസെടുത്തു. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വെച്ച് മൊഴിയെടുത്തു. മോനെ ആരെ അടിച്ചതെന്ന് വെച്ചപ്പോൾ മോൻ പറഞ്ഞു ഗോകുലാന്ന് പറഞ്ഞു. ഗോകുൽ എന്ന് പറയുന്ന മാനേജരാണ്. എന്തുകൊണ്ട് അടിച്ചതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു മൊബൈൽ ചാർജറിന്റെ വള്ളിയുണ്ട് അവന്റെ കാലിന്റെ ബാക്കിലൊക്കെ അടിച്ച സമയത്ത് എല്ലാം മുറിവെല്ലാം അതിന്റെ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഒന്ന് കാര്യം ചെയ്യട്ടെ, മോനെ ആരാ അടിച്ചേ? ഗോകുൽ അടിച്ചു. ഇനി വന്നേ, എവിടെ അടിച്ചേ? എന്തുകൊണ്ട് അടിച്ചേ? ഇനി വന്നേ, ചോദിക്കട്ടെ. എന്തുകൊണ്ട് അടിച്ചേ മോനെ? എന്തുകൊണ്ട് അടിച്ചേ? എവിടെ അടിച്ചേ മോനെ? ഇത് എവിടെ അടിച്ചേന്ന് പറ. പിന്നെ ഇവനെ ഞാൻ മുറി പൂട്ടിയിട്ടേക്കുവാണെന്ന്. എന്ന് പറയാ, ഇവനെ ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ഗേറ്റ് പൂട്ടിയിടും. ഇത് ഞാനിവിടെ അവനെ ചങ്ങലക്കിട്ടേക്കുവാണ്. പിന്നെ അവനെ ഒരു ദിവസം എന്റെ കുഞ്ഞിലെ ഇവനെ കൈ കൊടുത്ത് അക്കച്ചി കൈ കൊടുത്ത് ഹായ് പറ. അപ്പൊ ഇവനെ പൂട്ടിയിടുന്ന, ഇവനെ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പൂട്ടിയിടും. അതിനെന്താ പൂട്ടിയിടുന്ന് പറയുന്നത്? ചങ്ങലക്കിടുകയല്ല, ഗേറ്റ് പൂട്ടിയിടും ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി, നമ്മളൊരു ബേസിക് സുരക്ഷ എന്ന രീതിയിൽ. അങ്ങനെ അവിടുന്ന് മോനെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് പോലീസ് കേസെടുത്ത് വീട്ടിൽ വന്ന് 2ാമത്തെ ദിവസം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാന്ന് പറഞ്ഞ് എന്നെ ഒരാൾ ഫോൺ ചെയ്യുകയാണ്. ഡൽഹിയിൽ നിന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ വിളിക്കാന്ന് പറഞ്ഞു, ഒരു ഷാജി ജേക്കബ്. അപ്പം ഞാൻ ഫോൺ എടുത്തു. ഞാൻ അതിന് ശേഷം വരുന്ന ഫോൺ കോളുകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്തു. അപ്പം അദ്ദേഹമായിട്ടുള്ള വാഗ്തർക്കം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ, താജ് പത്തനംതിട്ട എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇത് കഴിഞ്ഞപ്പോൾ എന്നെ പല സംഘടനക്കാരും വിളിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒത്തീർപ്പാക്കണം, ഞാൻ കേസ് കൊടുക്കാൻ പാടില്ല, ഞാൻ ഒത്തീർപ്പാക്കണം. അതിനുശേഷം അവിടുത്തെ 2 സ്ത്രീകൾ അവർക്ക് എനിക്കെതിരെ ലൈംഗിക പരാതി കൊടുത്തു. ഞാൻ അവരെ
31/5/2025 അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ലൈംഗിക പരാതി കൊടുത്തു. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷനാന്ന് പറഞ്ഞ ആളെ ചോദിച്ചത്, താൻ തന്റെ മകനെ മെഡിക്കൽ എടുത്തോ, അങ്ങനെയാണ് താൻ അവിടുത്തെ സ്ത്രീകളോട് മോശമായി പെരുമാറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഇതിന് ശേഷം ഞാൻ ഓർഫനേജ് കൺട്രോൾ ബോർഡിലും ഒക്കെ ഞാൻ പരാതി കൊടുത്ത് ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടച്ചു പൂട്ടിയ ഉത്തരവ് ഇതാണ്. ഈ സ്ഥാപനം ഇപ്പോഴത്തെ പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടർ ഈ സ്ഥാപനം അടച്ചു പൂട്ടിയ ഉത്തരവാണിത്. ഈ ഉത്തരവ് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹാജർ പ്രേംകൃഷ്ണൻ SIAS പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ മങ്കുഴി എന്ന സ്ഥലത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഹീരാം സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് ശ്രീ K. താജുദ്ദീൻ താജ് മനസ്സിൽ കുമ്പഴ എന്ന കക്ഷി ടെലിഫോൺ മുഖേന അറിയിച്ച പരാതി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനെ ഒരു ടെലിഫോൺ മുഖേന അറിയിച്ച പരാതിയിൽ മേല് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഈ സ്ഥാപനം പത്തനംതിട്ട ജില്ലയിൽ മങ്കുഴി താലൂക്കിൽ മങ്കുഴി എന്ന സ്ഥലത്ത് പ്രവർത്തി വരുന്ന ഹീരാം സ്പെഷ്യൽ സ്കൂൾ എന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷനോ സർക്കാർ അനുമതിയോ ഇല്ല എന്നും, കൂടാതെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഹീരാം സ്പെഷ്യൽ സ്കൂൾ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതുമായ സാഹചര്യത്തിൽ 8/6/2024 പ്രാബല്യത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. എൻ്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. അതിനുശേഷം 2 FIR എനിക്കെതിരെ. FIR നമ്പർ 0489 7/8/24. ഇത് വായിക്കാൻ പ്രതിക്ക് ആവലാതിക്കാരിയെ കടന്നുപിടിച്ച് വായിക്കാൻ പറ്റുമോ? എന്തുമാത്രം എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. 31/5/2024 തീയതി 17 മണിക്ക് എന്ന് പറയുക വൈകിട്ട് 5 മണിക്ക് ഞാൻ അവരെ ലൈംഗികമായി ആക്രമിക്കാൻ പോയി എന്നുള്ള രീതിയിൽ എൻ്റെ പേരിൽ പരാതി, 1 അല്ല 2 പരാതി കൊടുത്തു. 476/24 ഈ 2 പരാതിയും പോലീസ് അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട കോടതി, ഞാൻ അതുകൊണ്ട് K. താജുദ്ദീൻ താജ് മനസ്സിൽ കുമ്പഴ PO പത്തനംതിട്ട എന്നയാൾ റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് കാര്യത്തിൽ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്തു വരുന്നതും 31/5/2024 തീയതി വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ ഹാജരായിരുന്നുള്ള വിവരവും ഈ ഓഫീസിലെ CCTV ദൃശ്യങ്ങളുണ്ടെന്നുള്ള വിവരം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവരെ പീഡിപ്പിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. അവിടെ കോടതി ഈ 3 കേസും ഈ രണ്ട് കേസും കോടതി റെഫർ ചെയ്തു. കോടതി എന്നെ വെറുതെ വിട്ടു. ഇങ്ങനെ കുറ്റം ഫോൾസ് ആണെന്നുള്ള കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞ് ഈ 2 കേസും കോടതി റെഫർ ചെയ്തു. ആ റെഫർ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. എന്നെ പോലീസ് വിളിച്ചതനുസരിച്ച് ഇതാണ് റെഫർ ഷീറ്റ് കോടതി തള്ളിയത്. കണ്ടോ, ഇത് കോടതി തള്ളിയത് കണ്ടോ, ഫൈനൽ റിപ്പോർട്ട് കണ്ടോ. കോടതി കീഴ്വായ്പ ആക്ട് തീയതി 30-ാം തീയതി പിന്നെ മൊബൈൽ പരിശോധിച്ചു, ആ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ സമയം പ്രതിയുടെ ഫോൺ നോണ്ടേ, ആ സമയം 31/5/2024 തീയതി വൈകിട്ട് 5 മണിക്ക് പ്രതി കൃത്യം നടന്ന സ്കൂളിലെത്തി ആവരാധിക്കാരിയെ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതും ആ സമയം പ്രതിയുടെ ഫോൺ റാന്നിയിലും പരിസര പ്രദേശത്തുമാണെന്നും സൈബർ സെല്ലുകാർ കണ്ടുപിടിച്ചു. ഞാനേതായാലും നോക്കണം, ബഹുമാനപ്പെട്ട പോലീസിന്റെ സത്യസന്ധമായ അന്വേഷണത്തിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ജയിലിൽ പോകാതിരിക്കുന്നത്. നേരെ മറിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ നിരപരാധിയായ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ. കേരള പോലീസിന് എൻ്റെ ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. സത്യസന്ധമായ അന്വേഷിച്ച കേരള പോലീസ്. ഇതിന് ശേഷം വീണ്ടും ഞാൻ ഈ കോടതി ഈ കേസ് തള്ളി, ഇത് ഫോൾസ് ആണ്, ഇത് താജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് ഇത് തള്ളിയതിനു ശേഷം ഞാൻ പൊതുജന താല്പര്യ പ്രകാരം ഒരു അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് പൊതുജനങ്ങളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന വ്യാജേന ശ്രീ ഷാജി ജേക്കബ് എന്നെ വിളിച്ച വോയിസ് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഏകദേശം 5 ലക്ഷത്തിൽ പരം ആളുകൾ ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോ 2 ദിവസം 24,000-ൽ പരം ആൾക്കാർ 2-ാം ദിവസം കണ്ടപ്പോൾ ഇതിൽ ഭയന്ന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ആള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. അയാളെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷാജി ജേക്കബിന്റെ ഭാര്യയെ കൊണ്ട് ഷീന ഷാജി, നോക്കണം, ഷീന ഷാജി എന്ന് പറയുന്ന ആളിനെ കൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു. സെക്ഷൽ ഹറാസ്മെന്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പോലീസ് വിളിച്ചു. എന്റെ ഫോണുകൾ കംപ്ലീറ്റ് പരിശോധിച്ചു. പോലീസ് കംപ്ലീറ്റ് ഇയാളെ കവർതാണ് ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ്, HRC എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എന്നിട്ട് പോലീസ് എന്നെ മൊഴിയെടുത്ത് എന്റെ ഫോണൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസ് ഇവരെ ഫോൺ ചെയ്തു. നിങ്ങളുടെ ഫോൺ ഹാജരാക്കണം, നിങ്ങൾക്ക് ഇദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, സാറേ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു, ഇതൊന്നും എൻ്റെ ഫോണിലില്ല, ഒന്ന് വിരട്ടി അങ്ങ് വിട്ടാൽ മതിയെന്ന്. അങ്ങനെ വരണ്ടു പോകുന്ന ആളല്ല ഞാൻ അവർക്കെതിരെയും ഞാൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇതിന്മേല് അവർക്ക് ഇതുകൊണ്ട് ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട ഇത് അവർക്ക് കത്ത് കൊടുത്തു ഇത് ഹാജരാക്കാൻ. അവരുടെ ഫോൺ ഇന്ന് വരെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന്. അതിനുശേഷം ഇദ്ദേഹം എൻ്റെ മൂത്ത മകളുടെ എൻഗേജ്മെന്റും നിക്കാഹും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി ഞാൻ നടത്തി. അത് ഏകദേശം നമ്മുടെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചധികം ആളുകൾ 450-500ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണം ഞാൻ നടത്തിയത് 4 പേർ അറിഞ്ഞ് 3 മാസത്തെ എൻ്റെ പ്രയത്നം, കല്യാണം മീൻസ് കല്യാണമായിട്ട് നടത്തിയിട്ടില്ല, നിക്കാഹ് നടത്തി. ഇനി 6 മാസം കഴിഞ്ഞുള്ള കല്യാണം. മോൾ പഠിക്കുന്നത് കാരണം 6 മാസം കഴിഞ്ഞ കല്യാണമുള്ളൂ. അപ്പോൾ എൻ്റെ മകളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇവൻ സംസാരിക്കുകയുണ്ടായി. എൻ്റെ മകൾ വ്യാജ മനുഷ്യാവകാശ കമ്മീഷൻ അതിന് ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ, എന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അത് പറയണം. കൂടാതെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എൻ്റെ ഈ കൈക്കൂലിയുടെ ഒരു വിഷയം. അതും പ്രചരിപ്പിച്ചത് മാനവാധികാർ സേന എന്ന് പറഞ്ഞ ഒരു മീഡിയ സെല്ലിന്റെ. അപ്പൊ നമ്മുടെ ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇതെന്ത് വലിയ ഒരു മീഡിയ ആണ്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഏതോ ഒരു ചാനലാണ്. ഹിന്ദിയിൽ വായിക്കുന്നു, മലയാളത്തിൽ വായിക്കുന്നു. അപ്പൊ ഇവർ വിചാരിച്ച ഏതോ വലിയ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി നിൽക്കുന്ന ഒരു ഇതായിരിക്കുമെന്ന് ഇവർ വിചാരിച്ച്. അതിനെതിരെയും ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അക്നോളജ്മെന്റ് ഇതാണ്, റെസിപ്റ്റ് ഓഫ് അക്നോളജ്മെന്റ്. ഇത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കേസ് പോലീസ് FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അത് പോലീസ് FIR ഇട്ട് അന്വേഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയിൽ സ്വകാര്യമായി കേസ് ഞാൻ ഫയൽ ചെയ്യും. അത് ഏതറ്റം വരെയും ഞാൻ പോകും, നീതിന്യായ വ്യവസ്ഥയുടെ ഏതറ്റം വരെയും ഞാൻ പോകും. അത് ഞാൻ കണ്ടുപിടിക്കും. ഇത് സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കുന്നവര് ഏറ്റവും ഗുരുതരമായ ഒരു കൃത്യമാണ് ചെയ്യുന്നത്. അത് എന്നെ സ്നേഹിക്കുന്ന പലരും അതെനിക്ക് അയച്ചു തന്നു. ഇന്ന് ഒരുപാട് സുഹൃത്തുക്കൾ അയച്ചു തന്നു. ഇതാണ് ആ ബോർഡ്, അത് K താജുദ്ദീൻ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പഞ്ചായത്ത് ക്ലർക്കെന്ന്. ഞാൻ പഞ്ചായത്തിലെ ക്ലർക്കായിട്ട് 2007 ഞാൻ സർവീസിൽ കയറിയത്. ഞാനിപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ക്ലർക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കൈക്കൂലി നിരക്ക്, മീൻകടയുടെ ലൈസൻസിന് മുസ്ലിം 20,000 രൂപ. അതിൻ്റെ അകത്ത് ഇവൻ ഷാജിയൊക്കെ ഒരു വർഗീയത കലർത്തുന്നുണ്ട്. ഹിന്ദു 25,000, ക്രിസ്ത്യാനി 30,000 എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് റേറ്റ് കുറവ്, ഹിന്ദുക്കൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ, ക്രിസ്ത്യാനിക്ക് 30,000. ജനന സർട്ടിഫിക്കറ്റ് 2,000, മരണ സർട്ടിഫിക്കറ്റ് 2,000. അത് വീടിന് നമ്പർ ഇടുന്നതിന് 15,000, കടകൾക്കുള്ള ലൈസൻസിന് 15,000. പണമില്ലെങ്കിൽ തേങ്ങ, ചക്ക, അടയ്ക്ക, മുട്ട, റബ്ബർ ഷീറ്റ് എന്നിവ സ്വീകരിക്കുന്നതാണ്. നേരിട്ട് പണം സ്വീകരിക്കില്ല. പകരം നിർദ്ദേശിക്കുന്ന അനാഥാലയം, വൃദ്ധസദനം എന്നീ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതാണ്. പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട്, ബാങ്ക് റെസിപ്റ്റ് നേരിട്ട് അയക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതി ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ആള് വ്യാജമായി സൃഷ്ടിച്ച് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് എനിക്ക് അനുകൂലമായി കമൻ്റ് അടിക്കുന്നവർ കൂടുതലായും എനിക്കെതിരായി കമൻ്റ് അടിക്കുന്നവർ ഉണ്ട്. കുറച്ചധികം ആളുകളുണ്ട്. അത് എൻ്റെ സ്വന്തം നാട്ടുകാരുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, ചിരിച്ചു കാണിക്കും. അപ്പൊ ഇവർ വിചാരിക്കുന്ന താജുദ്ദീൻ എന്തോ പണി കിട്ടി, താജുദ്ദീന് ജോലി പോയി, താജുദ്ദീന് അല്ലെങ്കിൽ എന്താ പറയുന്നത്, പത്രത്തിൽ അവർ ന്യൂസ് വായിച്ചു ഒരു ഇതില്
താജുദ്ദീൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നെ സസ്പെൻഡ് ചെയ്തു, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നിരന്തരം ആളുകൾ എന്നെ വിളിക്കുക. എന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടില്ല, എന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്, 2 സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 2 സസ്പെൻഷനും ഡ്യൂട്ടിയായിട്ട് പരിഗണിച്ച് മുഴുവൻ ശമ്പളവും ഞാൻ വീട്ടിലിരുന്ന് വാങ്ങിയ ഒരാളാണ്. കാരണം സർക്കാർ സസ്പെൻഡ് ചെയ്തു, അന്വേഷണ വിധേയമായി എന്നെ സസ്പെൻഡ് ചെയ്തു. ഒന്ന്, കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിന് ഞാൻ സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ 2 അനധികൃത നിയമവിരുദ്ധമായി പണിത 2 കെട്ടിടങ്ങൾക്ക് ഞാൻ നമ്പർ ഇട്ട് കൊടുത്തില്ല. അതിൻ്റെ അത് നോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷിച്ചു, ഇന്ന കാരണങ്ങളാൽ ഞാൻ ഇതിന് നമ്പർ നൽകുവാൻ സാധിക്കുകയില്ല എന്ന് ഫയൽ നോട്ട് ഞാൻ എഴുതി. അപ്പോൾ പത്തനംതിട്ട ഡെപ്യൂട്ടി ഡയറക്ടറുടെ അധിക ചുമതല വഹിച്ചിരുന്ന ശ്രീ TN ഓമനക്കുട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താജെ അതിന് നമ്പർ ഇടണം. അദ്ദേഹം ഈ കൊറ്റനാട് പഞ്ചായത്തിന്റെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ബലമായി സംശയിക്കുന്നു ഇവരുടെ നിന്ന് നല്ല തുക വാങ്ങിയിട്ടാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഉത്തരവാക്കിത്ത ഞാൻ നമ്പർ ഇട്ട് കൊടുക്കാമെന്ന് പറയുകയും അദ്ദേഹത്തെ ഞാൻ ജാതീയമായി അധിക്ഷേപിച്ചു. ആ വാക്ക് ഞാനിപ്പോ പറയുന്നില്ല. അദ്ദേഹം ഒരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് സസ്പെൻഷൻ ഓർഡർ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഒരു SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ഞാൻ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് എന്നെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു, ജാതീയമായി അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസിലാണ് കേസ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു LLB കാരനാണ്. ഇപ്പൊ അദ്ദേഹം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ പ്രാക്ടീസ് TN ഓമനക്കുട്ടൻ ചെയ്യുന്നു എങ്കിൽ അത് എൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. എൻ്റെ കാലുകളിൽ പിടിച്ച് അദ്ദേഹം പറഞ്ഞു വിട്ട ആളുകൾ എൻ്റെ കാലുകളിൽ പിടിച്ച് അദ്ദേഹത്തിന്റെ സനത്ത് റദ്ദാക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ കാലിൽ പിടിച്ചത് കൊണ്ടാണ് ശ്രീ TN ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറെ അധിക ചുമതല വഹിച്ചിരുന്ന ശ്രീ TN ഓമനക്കുട്ടൻ അവർ ഇപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നിയമം അറിയാവുന്ന ഒരാള്, അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു, നിയമം അറിയാവുന്ന ഒരാള് നിയമം വയലേറ്റ് ചെയ്താൽ അത് കുറ്റകരമാണ്. അപ്പൊ അദ്ദേഹം പോലീസിൽ കേസ് കൊടുത്തു. പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ കേസെടുത്തു. DYSP അന്വേഷിച്ചു. DYSPയുടെ അന്വേഷണത്തില് ബഹുമാനപ്പെട്ട പത്തനംതിട്ട SP ഇത് ഫോൾസ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ ജാതിപ്പേര് വിളിച്ച് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഫോൾസ് ആണെന്ന് റിപ്പോർട്ട് ചെയ്താണ് എന്നെ സർവീസിൽ തിരിച്ചെടുത്തതും. അത് കഴിഞ്ഞ് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് എന്നെ നിയമിച്ചതും. അവിടെ 3 ദിവസം ജോലി ചെയ്തതിന് ശേഷം തുടർന്ന് ഞാൻ നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ വരികയും ചെയ്തു. നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ വന്നപ്പോഴും ശ്രീ TN ഓമനക്കുട്ടൻ അവർ എന്നെ വെറുതെ വിട്ടില്ല. വീണ്ടും ഇദ്ദേഹം ഒരു മെമ്പറെ കൊണ്ട്, അവിടുത്തെ ഒരു മെമ്പറെ കൊണ്ട് ഞാൻ ആ മെമ്പറിനോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തു. വീണ്ടും നാരങ്ങാനത്തിൽ വന്ന് വീണ്ടും എന്നെ സസ്പെൻഡ് ചെയ്തു. ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. 3 മാസം ഞാൻ പുറത്ത് നിന്നുകൊണ്ട് വീണ്ടും ആ നാരങ്ങാനം പഞ്ചായത്തിൽ തന്നെ ഞാൻ ഡ്യൂട്ടിയായിട്ട് പരിഗണിച്ച് മുഴുവൻ ശമ്പളവും വീട്ടിൽ ഇരുന്ന് വാങ്ങി ആ നാരങ്ങാനം പഞ്ചായത്തിൽ തന്നെ വീണ്ടും ജോലി പ്രവേശിച്ച് ഞാൻ അവിടുന്ന് സ്ഥലം മാറി പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ജോലി ചെയ്തു. പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തപ്പോഴാണ് അവിടുത്തെ പ്രസിഡന്റ് ശ്രീ റോബിൻ പീറ്റർ, അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥിയായി കോന്നിയിൽ മത്സരിച്ച ആളാണ്. ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ ജോലി ചെയ്തതിൽ വെച്ച്, ഒരുപാട് പ്രസിഡന്റുമാരോട് ഞാൻ ജോലി ചെയ്തതിൽ വെച്ച് ഇതുപോലെ നല്ലൊരു പ്രസിഡന്റ്, നല്ലൊരു മനുഷ്യൻ, നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ ആവശ്യപ്പെടാത്ത ഒരു ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രീ റോബിൻ പീറ്റർ മാത്രമാണ്. ഇപ്പം ജോലി ചെയ്യുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി അമ്പിളി പ്രഭാകരൻ നായരാണ്. നല്ലൊരു പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് എന്നെ എൻ്റെ ഓഫീസിൽ കടന്നു വന്ന് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ സംഘടനപ്പെട്ട പത്തനംതിട്ട ജില്ലയുടെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാള് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റിന്, ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ നെറ്റിൽ നിന്ന് ഉടനെ എടുത്തു കൊടുത്തോടനെ 2000 രൂപ സാർ ഇരിക്കട്ടെന്ന്, എന്നെ കൈക്കൂലി കേസിൽ പിടിപ്പിക്കണം. 2000 രൂപ കൊണ്ട് എന്നെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി. പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടെ അന്ന് ഞാൻ ഈ 2000 രൂപ കൊടുപ്പിച്ചത് പാലിയേറ്റീവ് കെയർ കുടുംബസംഗമത്തിന്റെ ഫണ്ടിലേക്ക് ഞാൻ കൊടുപ്പിച്ചു. എന്നെ കുരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന. അത് കഴിഞ്ഞ് ഒരാള് കുരിശടിക്ക് നമ്പർ ഇടണമെന്ന് പറഞ്ഞ ഒരാൾ വന്ന് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതിനുശേഷം
അതിന് പല രീതിയിലാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ അതിന്റെ പേര് മാറ്റി മാനവാധികാർ സേന. എന്നെ പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ വാട്സാപ്പിലെ DP മാറ്റി തീസ് ഹസാരി കോട്ടന്റെ ഫോട്ടോ ആയിരുന്നു വെച്ചിരുന്നത്. അദ്ദേഹം എന്താ ഒരു വോക്കി ടോക്കിയും പിടിച്ച് ഒരു കാക്കി പാൻറ് വിട്ട് വെള്ള പാൻറ് വിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ആ ഹിന്ദിക്കാരൊക്കെ ഇദ്ദേഹത്തിന് പറ്റിയിൽപ്പെട്ടിരിക്കുകയാണ്. പണങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ പരാതിയിന്മേലെ ഒരുപാട് പേരുടെ പൈസ തിരിച്ചു കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഫേസ്ബുക്ക് വഴിയൊക്കെ ഞാൻ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്റെ ഒറ്റയാൾ പോരാട്ടമാണ് എന്റെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്നെ ഈ കൂട്ടത്തിൽ സഹായിക്കാൻ ആരുമില്ല. എന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ആണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കെതിരെയുള്ള ഏതൊരു അന്വേഷണത്തിനും, എന്ത് അന്വേഷണത്തിലും ഞാൻ റെഡിയാണ്. അത് തന്നെയാണ് ഒരു ഹീറോ. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു ഇന്റർവ്യൂവിൽ, ഒരു ചാനലിലെ ഇന്റർവ്യൂവിൽ നിന്ന് കരഞ്ഞു. അത് സത്യമാണ്. ആ ഇന്റർവ്യൂവിൽ കരഞ്ഞത് ഞാൻ ഷാജി ജേക്കബിനെ പേടിച്ചോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സിനെ പേടിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ കരഞ്ഞത് എപ്പോഴാ? അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയുടെ പിതാവ്, ഞാൻ അനുഭവിക്കുന്ന വേദന അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ, ഇതെങ്ങനെയാണ് ഇതെല്ലാം കൂടെ തരണം ചെയ്തു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ കണ്ണുനീരിൽ നിന്നും അറിയാതെ കണ്ണുനീര് വന്നു. ആ കണ്ണുനീരെടുത്ത് അല്ലെങ്കിൽ ഞാൻ കരയുന്ന വീഡിയോ എടുത്ത് ഇവർ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. ഒരു പിതാവിന്റെ അതെ, ഞാൻ കരഞ്ഞു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ ചാനലുകാരോട് പറയാമായിരുന്നു ഞാൻ കരയുന്ന ഭാഗം കട്ട് ചെയ്യാൻ. ഞാനത് ആവശ്യപ്പെട്ടില്ല. അപ്പൊ ഞാൻ കരഞ്ഞതിന്റെ വീഡിയോ എടുത്തിട്ട് ഇത് കാണിക്കുന്നു. മകളെ പറ്റി മോശം പറയുന്നു, മകനെ പറ്റി മോശം പറയുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഏത് അറ്റം വരെയും ഞാൻ പോകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി കയറിയാണെങ്കിൽ അതെന്നെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുക. അതിൻ്റെ അവരെ അന്വേഷിക്കാൻ വന്നിട്ട് എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം നോക്കിക്കോണം. ഇദ്ദേഹം അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ് മന്ത്രി പോലും ഇവരുടെ പരാതിക്ക് അടിക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയില്ല ഇത് വ്യാജ സംഘടനയാണ് അല്ലെങ്കിൽ വ്യാജമാണ്. കാരണം ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ ലെജിസ്ലേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ്. ഇത് മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ യാഥാർത്ഥ്യം അറിയാതെ പ്രവർത്തിക്കുന്നു. അതെ, ഇത് ഏറ്റവും വലിയ ഞാനിത് വിവരാവകാശം വെച്ചെടുത്താണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇത് അറിയുന്നില്ല. ഇതൊരു വ്യാജ സംഘടനയാണ്. ഇതൊരു ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ജനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നു. ജനങ്ങളെ അവരുടെ മനുഷ്യാവകാശത്തെ അവരെ സഹായിക്കേണ്ടതിന് പകരം അവരിൽ നിന്നും പണം പിരിക്കുന്നു. അവരെ സഹായിക്കുന്നുള്ള വ്യാജേന അവരെ ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഓഡിയോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതെ, എന്നിട്ട് ഇവര് ഇങ്ങനെ ഓരോരോ ഇതേണ്ടേ നോണ്ടേ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ ലെജിസ്ലേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ വെക്കാനുള്ള അധികാരം എന്താണ്? എന്തധികാരം? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അപ്പൊ ജനങ്ങളെ തെറ്റിയിരിക്കുകയാണ്. ഇത് തന്നെ കബളിപ്പിക്കൽ സംഘടനകൾ അന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നതാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ പേരുകളുമായി സാമ്യമുള്ള പേരിൽ സംഘടനകൾ രൂപീകരിച്ച് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് എന്ന സംഘടനയെക്കുറിച്ച് അന്വേഷണം നടത്താൻ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, അന്നത്തെ കമ്മീഷൻ അധ്യക്ഷൻ, തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. KM അനിയാണ് ഹർജിക്കാരൻ. എന്നിട്ട് നിർദ്ദേശം നൽകിയിട്ട് പോലും നിർദ്ദേശം നൽകി. എന്നിട്ട് ഇവരിപ്പോഴും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പിനെതിരെയാണ് എന്റെ പോരാട്ടം. ഇവർ പറയുന്നത് എന്താ? ഞാൻ ഡൽഹിയിൽ പോയി, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി. മലയാളി അസോസിയേഷന്റെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ പോയി. ഈ വിഷയം അറിഞ്ഞുകൊണ്ട് അവരെന്നെ വിളിച്ചതാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വ്യാജ മനുഷ്യാവകാശ കമ്മീഷനെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് വിളിച്ചു. ഞാൻ ഫോൺ എടുത്തില്ല. എൻ്റെ കയ്യിലുള്ള വേറൊരു നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ചപ്പോഴത്തെ ആ നമ്പർ അദ്ദേഹത്തിൻ്റെ ഇല്ല. ഫോൺ എടുത്തു, ഞാനത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ റെക്കോർഡ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ച തെറി പന്നിക്കുണ്ടായവനെന്ന്. പന്നി എന്ന് പറയുന്ന ഒരു ജീവി ചെളിയിൽ അല്ലെങ്കിൽ വളരെയധികം വികൃതമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് CM അബ്ദുൽ കാസിം എന്നും അമ്മയുടെ പേര് സുബൈദ ബീവി എന്നുമാണ്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ പത്തനംതിട്ടയിലുള്ള 2-3 മ്യൂക്രിക്കാരന്മാരുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒന്നുണ്ട്. ഒന്ന് നെടുമങ്ങാടുകാരൻ ഒരുത്തൻ,
ആ നെടുമങ്ങാടുകാരനെ അവനെ ഒരു കേസില് പിന്നെ കരുനാപ്പള്ളി കിടന്ന് നാട്ടുകാർ മൊത്തം അടിച്ചു വരുത്തൻ. കൂടാതെ മുക്കുവണ്ടം പണയം വെച്ച കേസിലെ ജയിലിൽ കിടന്നവൻ ഇവനാണ് എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇവന്മാരുടെ ന്യൂസ് എടുത്തിട്ട് എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. പത്തനംതിട്ടയുള്ള 2 പേര് സമൂഹ മാധ്യമങ്ങളിൽ വഴി അവന്മാരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇരട്ട സഹോദരങ്ങൾ എന്നാണ് പറയുന്നത്. ആ ഇരട്ട സഹോദരന്റെ ഒന്നും വേണ്ട, അമ്മയും അച്ഛനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിൽ ഇടാവോ? എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോ ഒക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ ഇന്നും എൻ്റെ കൂടെ ഇന്നും അവർ ജീവിക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയെങ്കിലും അവരുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അത് അച്ഛൻ്റെ അമ്മയുടെയും വില അറിയാത്ത നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, നീ ഒരു കാര്യം ചെയ്യും. പത്തനംതിട്ടയുള്ള 2 അപൂർവ സഹോദരങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്ത് ചെയ്യണം? അമ്മയുടെയും അച്ഛനെയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടണം. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് ഇടണം. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് പന്നിക്ക് പിറന്നവനെന്നും ആരാണ് യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾ പിറന്നവനെന്നും മനസ്സിലാകും. എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് പച്ചയ്ക്ക് പറയാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് മോശമായി സംസാരിക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നും അല്ല പക്ഷേ ഞാൻ ചില പദങ്ങൾ നമ്മൾ എന്താ പറയാ, നമ്മുടെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. കാരണം ഈ പത്തനംതിട്ട ജില്ലയിലെ കുലശേഖരപതി മുസ്ലിം ജമാഅത്തിന്റെ ഒരു അംഗമാണ് ഞാൻ. അപ്പൊ ഞാനിനി എന്തെല്ലാം സ്വത്തുണ്ടാക്കി വെച്ചാലും എനിക്ക് അവസാനം എൻ്റെ കുലശേഖരപതി മുസ്ലിം ജമാഅത്തിന്റെ ആ 6 അടി മണ്ണയുള്ളവർക്ക് നമുക്ക് സ്വന്തം. വേറെ ഒന്നുമില്ല, നമുക്ക് സ്വന്തമില്ല. ഫോർച്യൂൺ ഫർണിച്ചർ, കുലശേഖരപതി, പത്തനംതിട്ട. ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ. എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ്. ഇത് സാധാരണ ഓഫറല്ല, ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണസമ്മാനം. 4 സീറ്റർ ഡൈനിങ് ടേബിൾ വെറും 8500 രൂപ മാത്രം. ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ. ഒരു സിംഗിൾ മെത്ത വെറും 999 രൂപയ്ക്ക്. ട്രെൻഡി സോഫ സെറ്റ്, റോയൽ ഡൈനിങ് ടേബിൾ, പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ. ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ. യുവർ ഹോം യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും 59,000 രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു. ഫാമിലി കോട്ട് കട്ടിൽ, 6 ചെയർ, ഡൈനിങ് ടേബിൾ, ടീപ്പോയ്, സോഫ സെറ്റി, പ്ലാസ്റ്റിക് ചെയർ 2, അലമാര, കോട്ട് സ്റ്റാൻഡ് വെറും 59,000 രൂപയ്ക്ക്. ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു. ഫോർച്യൂൺ ഫർണിച്ചർ, മൈലപ്പുറ റോഡ്, ജുമാ മസ്ജിദ്, കുലശേഖരപതി, പത്തനംതിട്ട. ഫോൺ 95 26 97 16 11. മറ്റൊരു നമ്പർ 95 62 69 16 11. ബ്രാഞ്ച് ഇഞ്ചക്കാട്, കൊട്ടാരക്കര, തഴവ, കുറ്റിപ്പുറം. അപ്പൊ എന്നെ ഇനി ആരൊക്കെ എന്ത് പറയുക, എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലോ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല സാർ. സത്യം എത്ര നാൾ കഴിഞ്ഞാലും ആ കരിനിഴൽ കഴിഞ്ഞ് പുറത്തു വരും എന്ന് തന്നെയാണ് പറയുന്നത്. ആത്മഹത്യ ചെയ്തില്ല, ഒരിക്കലും ആത്മഹത്യ. ഇവിടെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിയമപരമായി ഏതറ്റം വരെയും പോരാടാനുള്ള എന്താ പറയാ ഒരു അവകാശം, ഒരു ചങ്കുറപ്പ്. ഇനി ഞാൻ എത്ര ദിവസം ജീവിക്കാനാ? നമ്മൾ ദിവസം കൂട്ടുമ്പോൾ വയസ്സ് 49 ഇനി നമ്മൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം നമ്മൾ ജീവിക്കാൻ? ഒരു വർഷം 365 ദിവസമേ ഉള്ളൂ. ഒരു ശരാശരി മനുഷ്യൻ 72 വയസ്സ് വരെയൊക്കെ ആയുസുള്ളൂ, ശരാശരി ഒരു മനുഷ്യൻ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 365 ഇൻറ്റു ഇനി എത്ര വർഷം? അപ്പൊ എത്ര ദിവസം? അല്ലേ? മനുഷ്യൻ വെറും നിസ്സാരനാണെന്നും കൂടെ നമ്മൾ തീർച്ചയായിട്ടും മനുഷ്യൻ വെറും നിസ്സാരം തന്നെയാണ്. കാരണം ഞാനും നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും, ഞാൻ 3 കുട്ടികളുടെ അച്ഛൻ, അല്ലെങ്കിൽ പിന്നെ സ്നേഹനിധിയായ ഭർത്താവ്, ഞാൻ മരിച്ച് എൻ്റെ മൃതശരീരം ആരും കാണാതെ ഒരു 4 ദിവസം ചീഞ്ഞളിഞ്ഞ് കിടന്നാൽ എൻ്റെ ഭാര്യയും മക്കളും എന്നെ ശവശരീരത്തിൽ ഉമ്മ വയ്ക്കുമോ? ഒരിക്കലും ഉമ്മ വയ്ക്കില്ല. ഉമ്മ വയ്ക്കത്തില്ലെന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പിന്നെ നമ്മളെ ബോഡിയായി. ശരിയല്ലേ? പിന്നെ നമ്മളെല്ലാം ബോഡിയായി. പിന്നെ എൻ്റെ ഇക്കാന്നൊന്നും ആരുമില്ല. മരിച്ചു കഴിഞ്ഞ് നമ്മളെ ഒരാൾ കാണാൻ വരുന്നത് മരിച്ചവരെ കാണാനല്ല വരുന്നത്. ആരെയാ? ജീവിച്ചിരിക്കുന്നവരെ കാണാനാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് മരണത്തെ ഭയമില്ല. ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ്. ആ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ എനിക്ക് പ്രോഗ്രാം തരരുതെന്ന് പറഞ്ഞ് നിരന്തരം ഇവർ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാം, എനിക്കുള്ള പ്രോഗ്രാം എനിക്കുള്ളത് ദൈവം തമ്പുരാൻ എനിക്ക് തരും. അത് എവിടെ ഇരുന്നാലും എനിക്ക് തരും. എനിക്ക് തരുമെന്നുള്ളത് യാതൊരു കലയെ നശിപ്പിക്കാൻ ആർക്കും ഞാൻ സാധിക്കത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് പ്രോഗ്രാം ഒരു അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് പ്രോഗ്രാം തരണമെന്ന് ഞാൻ ആവശ്യപ്പെടാറുമില്ല, ഒന്നുമില്ല. എനിക്കുള്ളത് എനിക്ക് ധാരാളം പ്രോഗ്രാമുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ എൻ്റെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ വർക്ക്ഷോപ്പ് പൂട്ടിപ്പിച്ചേ ഞാനാണ്. എന്തിനാ പൂട്ടിപ്പിച്ചേ? വർക്ക്ഷോപ്പ് നിയമവിരുദ്ധമായിട്ടാണ് വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവിടെ ഇരുന്ന് മദ്യപാനം, ഭയങ്കര തെറിവിളി. അപ്പൊ എനിക്കൊരു പെങ്കൊച്ച് വളർന്നു വരുന്നു 5 വർഷം മുമ്പാ. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണ ഇവിടെ നിന്ന് മദ്യപിക്കരുത്, നിങ്ങൾ സ്ഥാപനം നടത്തിക്കോ, തെറി വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സലീം എന്റെ സ്ഥാപനത്തിൽ ആരും വരും, വെള്ളം ഒടിക്കും, തെറി വിളിക്കും, നീ ആരാണ് എന്നോട് ചോദിക്കാണെന്ന് ചോദിച്ചു. ഞാൻ ആരാണ് അവന് കാണിച്ചു കൊടുത്തു. ഞാൻ പരാതി കൊടുത്ത് സ്ഥാപനം പൂട്ടി. അനന്ത തെറ്റ്. ഞാൻ എന്ന് വിചാരിച്ച് ഈ പറയുന്ന പിന്നെ പത്തനംതിട്ടയിലെ എല്ലാ സ്ഥാപനങ്ങളിലും എൻ്റെ മകനെ കൊണ്ടുപോയി ഞാൻ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുമോ? ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ആർക്കെങ്കിലുമോ 1 രൂപ തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ സമീപിക്കാം. ഞാൻ തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാം. ഞാൻ തരാൻ തയ്യാറാണ്. ഒരാൾക്ക് 1 രൂപ ഞാൻ കൊടുക്കാനില്ല ഈ സമയം വരെ. എനിക്കേ ഇങ്ങോട്ട് തരാനുള്ളൂ. ബിഗ് ബോസിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനായ, സോഷ്യൽ മീഡിയയിൽ സുപരിചിതയായ ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതും ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ചർച്ചയായി കണ്ടിരുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം കൂടെ താങ്കൾ ഒന്ന് വ്യക്തമാക്കുന്നു. ഈ പറയുന്ന രേണുസുതി, രേഷ്മ പി തങ്കച്ചനുമായിട്ട് ഞാൻ യാതൊരു വിഷയം എനിക്കില്ല, ഒന്നുമില്ല. നല്ല സൗഹൃദപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വീട് ചോരുന്നു എന്ന് പറഞ്ഞ് അവർ അച്ഛൻ നിരന്തരമായിട്ട് എന്നെ 1 വർഷമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ഒരാളെ വിളിച്ച് കാണീര്. എനിക്കിപ്പോൾ എല്ലാ ദിവസവും പത്തനംതിട്ടയിൽ ഇവരുടെ വീട് വയ്ക്കുന്ന അവിടം വരെ പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരെ സംസാരിച്ചുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് എൻ്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ അത് ഈ എൻ്റെ പേര് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ്റെ പിതാവ് തങ്കച്ചൻ എൻ്റെ പേര് പരാമർശിച്ച ഒരു ഇന്റർവ്യൂ പറയുകയും അങ്ങനെ ചാനലുകാർ എന്നോട് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എനിക്ക് രേഷ്മ പി തങ്കച്ചനോടോ രേണുസുതിയോടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോടോ എനിക്ക് യാതൊരു വിരോധവും ഇല്ല, ഒന്നുമില്ല. അത് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയായ സ്ത്രീ അത് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ഏർപ്പെടുന്നു. അവർ അഭിനയിക്കുന്നു. അവരിപ്പം ദുബായി പോയിരിക്കുന്നു. അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർ അഭിനയിച്ച് ജീവിക്കുന്നു. അവർ ബിഗ് ബോസിൽ പോകുന്നു. ഞാൻ വിന്നറായിട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് അവർ തന്നെ സ്വമേധയാ വന്നു. ബിഗ് ബോസിൽ വെച്ച് എൻ്റെ പേര് പരാമർശിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പേര് എൻ്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചില്ല. രേഷ്മ പി തങ്കച്ചൻ്റെ തന്തയാകുള്ള പ്രായം എനിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ആ കുട്ടിയെ യാതൊരു വിധമായ രീതിയിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, കുറച്ച് ആൾക്കാർ അതിൻ്റെ ചില ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് എനിക്കെതിരെ, അവർക്കും ജീവിക്കണമല്ലോ, ചാനലുകാർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി അവർ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഞാൻ ആരോടും ഒരു വിഷയത്തിന് അങ്ങോട്ടൊന്നിനും പോകുന്ന ഒരാളല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പ്രതികരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ പോരാട്ടങ്ങൾ, ഒറ്റയാൾ പോരാട്ടം, അതിനെ നമുക്ക് തീർച്ചയായും ഹീറോ എന്ന് തന്നെ പരിവേശിപ്പിക്കാം. അപ്പം അതെല്ലാം വിജയിക്കട്ടെ. വളരെയധികം സന്തോഷം ന്യൂസ് റൗണ്ട് മലയാളത്തിനോടുകൂടി ഇത്രയും നേരം ചെലവഴിച്ചതിൽ. നന്ദി സർ.